ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013 എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ കൈൻഡ്സ് ഓഫ് കമ്പനീസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. കുറേ 2-3 ക്ലാസ്സുകളായിട്ട് കുറേ കൈൻഡ്സ് ഓഫ് കമ്പനീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ ബേസിൻ്റെയും അണ്ടറിൽ വരുന്ന സെപ്പറേറ്റ് മനസ്സിലാക്കിയിട്ട് വേണം അത് പഠിക്കാനായിട്ട്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോർപ്പറേറ്റ് വെയിലും ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് വെച്ചാൽ എന്താ പഠിച്ചത്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഒരു കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ആ ഒരു റൈറ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രിവിലേജിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് ആണ്. കമ്പനി വരുത്തുന്ന എല്ലാ ലയബിലിറ്റികൾക്കും ഒരേ ഒരു ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണ്? കമ്പനിക്ക് തന്നെയാണ്. ആ ഒരു പ്രിവിലേജിനെ, ആ റൈറ്റിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. പക്ഷെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി വരുന്നത് കമ്പനിക്ക് തന്നെയാണ്. പക്ഷെ കോടതിക്ക് വേണമെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആരുടെ തലയിലേക്ക് വെക്കാനുള്ള റൈറ്റ് ഉണ്ട്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറ്റാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. അപ്പോൾ അങ്ങനെ ഒരു കോർട്ട് ഉത്തരവ് വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? ആ കമ്പനി ഉണ്ടാക്കിയ എല്ലാ ബാധ്യതകളും ആര് സെറ്റ് ഓഫ് ചെയ്യേണ്ടി വരും? ആ കമ്പനിയിലത്തെ ഷെയർ ഹോൾഡേഴ്സ് സെറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, കമ്പനി വേറെ, ഷെയർ ഹോൾഡേഴ്സ് വേറെ ഒന്നും പറഞ്ഞു വെക്കാനായിട്ട് പറ്റില്ല. കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആരുടെ തലയിലായി? ഷെയർ ഹോൾഡേഴ്സിൻ്റെ തലയിലായി. അവരുടെ എല്ലാ ലയബിലിറ്റീസും, ആ കമ്പനി ഉണ്ടാക്കിയ എല്ലാ ബാധ്യതകളും എല്ലാ ഷെയർ ഹോൾഡേഴ്സും കോമൺ ആയിട്ട് ചേർന്ന് സെറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെ വിളിക്കുന്ന പേരാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇനി ആ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലിൻ്റെ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഈ ലിഫ്റ്റിംഗ് ഓഫ് വെയിലിനെ പറയുന്ന വേറൊരു പേരാണ് പിയേഴ്സിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ. ലിഫ്റ്റിംഗ് ഓഫ് വെയിൽ അതേ മീനിങ് തന്നെയാണ്. അതിൻ്റെ വേറൊരു ടേമാണ് പിയേഴ്സിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ. ദ ടേം ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ മീൻസ് ലുക്കിംഗ് ബിഹൈൻഡ് ദ കമ്പനി ആസ് എ ലീഗൽ പേഴ്സൺ. അതായത് ലുക്കിംഗ് ബിഹൈൻഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണെന്നറിയാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുക, അതല്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ലീഗൽ പേഴ്സൺ അല്ലാണ്ട്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലാണ്ട് ട്രീറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. That means that disregarding the corporate entity and paying regard to the reality behind the legal facade. അതായത് നമ്മൾ റിയാലിറ്റി നോക്കുക. അതായത് നിയമമൊക്കെ ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, എല്ലാ ഉത്തരവാദിത്വവും കമ്പനിക്ക് മാത്രമാണ് എന്ന് മാത്രം നോക്കാണ്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് എക്സ്ട്രാ ഓർഡിനറി ലയബിലിറ്റി വന്നാൽ ആ ലയബിലിറ്റി ഉണ്ടാക്കാൻ റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത ഇൻഡിവിജ്വൽസിന് തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു പേഴ്സണലായിട്ട് യാതൊരു ലയബിലിറ്റിയും വരില്ല, എല്ലാം കമ്പനിയിൽ ലയബിലിറ്റി ആയിട്ട് മാറിപ്പോയി കിട്ടിക്കോളും എന്ന് വിചാരിച്ച് പല ഫ്രോഡ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന കമ്പനിയുടെ ഈ റൈറ്റ് ഉണ്ട് എന്ന ധൈര്യത്തിൽ പല ഇല്ലീഗൽ ആക്ടിവിറ്റിയും ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഉണ്ടായാൽ അവർക്ക് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി വരില്ല എന്നൊരു ഉറപ്പിൻ്റെ ബേസിൽ അങ്ങനെ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലയബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ഡിസ്റിഗാർഡിംഗ് ദ കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് പേയിങ് റിഗാർഡ് ടു ദ റിയാലിറ്റി, എന്താണ് യാഥാർത്ഥ്യത്തിൽ നടന്നത്, ആരാണ് ആ ഫ്രോഡ്. എന്തായാലും കമ്പനി ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യില്ല. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതിന് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റില്ല. ആ ആർട്ടിഫിഷ്യൽ പേഴ്സണായ കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്യുന്നത് ആരായിരിക്കും? ആ കമ്പനിയിലുള്ള ഡയറക്ടേഴ്സ് ബോർഡിൻ്റെ അല്ലെങ്കിൽ കീ ഇൻഡിവിജ്വൽ മാനേജറിയൽ പേഴ്സൺസും ഒക്കെ അവർക്കും ഇത് ചെയ്യണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആരാണോ ചെയ്തത് അയാൾക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അയാൾക്ക് ഫുൾ ലയബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. വേർ എ ഫ്രോഡുലന്റ് ഓർ ഡിസ്ഹോണസ്റ്റ് യൂസ് ഈസ് മെയ്ഡ് ഓഫ് ദി ഇല്ലീഗൽ എൻറ്റിറ്റി, ദ ഇൻഡിവിജ്വൽസ് കൺസേൺ വിൽ നോട്ട് ബി അലൗഡ് ടു ടേക്ക് ഷെൽട്ടർ ബിഹൈൻഡ് ദി കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്, അത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. കമ്പനിയുടെ ലയബിലിറ്റി എല്ലാം കമ്പനിക്ക് മാത്രമാണ് ഉത്തരവാദിത്തം, ഷെയർ ഹോൾഡേഴ്സിന് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല എന്ന ഒരു ഷെൽട്ടറിൻ്റെ മറവിൽ പല ഷെയർ ഹോൾഡേഴ്സും പല ഇല്ലീഗൽ ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് എന്തുണ്ടായി? പല മാനേജീരിയൽ പേഴ്സൺസും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൊത്തം കമ്പനിക്ക് മാത്രം ബാധ്യത പോവുള്ളൂ എന്നൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് അവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർ വളരെ ശ്രദ്ധിച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റി നമുക്ക് വളരെ കുറച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. In this regard, the court will break through the corporate shell and apply the principle of lifting or piercing through the corporate veil. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോൾ ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെൽട്ടറിൻ്റെ ബാക്കിൽ നിന്നിട്ട് പല ഇല്ലീഗൽ ആക്ടിവിറ്റിയും ചെയ്തിട്ട് മൊത്തം റെസ്പോൺസിബിലിറ്റി കമ്പനിയുടെ തലയിലേക്ക് വെക്കുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയപ്പോഴാണ് ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ റിസൾട്ടായിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഒരു പേടി കയറി അവർ പിന്നെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് കൊണ്ടുവന്നു. കാരണം ചിലപ്പോൾ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കുറയ്ക്കാനായിട്ട് തുടങ്ങി. അതാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചിലപ്പോൾ കമ്പനി റെസ്പോൺസിബിലിറ്റി കൺവേർട്ട് ചെയ്യാം. ആർക്ക്? കോർട്ടിന് മാത്രമായിട്ട്, അല്ലാണ്ട് വേറെ ആർക്കും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് നല്ല കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ലിഫ്റ്റിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ. ഇനി ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലിൻ്റെ സ്കോപ്പും അതിൻ്റെ അപ്ലിക്കബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. രണ്ട് ഹെഡ്സ് ആയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനും രണ്ടാമത്തത് ലെജിസ്ലേറ്റർ പ്രൊവിഷനുമാണ്. ആദ്യം സ്റ്റാറ്റ്യൂട്ടറി, നിയമപ്രകാരമുള്ള എന്തെല്ലാം സ്കോപ്പും അപ്ലിക്കബിലിറ്റി ആണെന്ന് നമുക്ക് നോക്കാം. The Companies Act 2013 has been integrated with various provisions which tend to point out the person who is liable for such improper or illegal activity. പുതിയ കമ്പനീസ് ആക്ട് 2013 തന്നെ ഇതുപോലെ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാരെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം പെനാൽറ്റിയാണ്, എന്തെല്ലാം പണിഷ്മെൻ്റ് ആണ് ഇതുപോലെ ഫ്രോഡുലന്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് ഏത് ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്, ഏത് ടൈപ്പ് ഓഫ് പെനാൽറ്റിയാണ് കൊടുക്കണമെന്നുള്ള പ്രൊവിഷൻ ഏതിൽ തന്നെയുണ്ട്? പുതിയ കമ്പനീസ് ആക്ട് 2013 ഉണ്ട്. These persons are more often referred as ഓഫീസർ ഹൂ ഈസ് ഇൻ ഡിഫോൾട്ട്. അങ്ങനെയാണ് നമ്മൾ അയാളെ വിശേഷിപ്പിക്കുക. അതായത് ഇപ്പോൾ ഏതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ ബാക്കിലും ഒരു സെറ്റ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവും. ആ ഇൻഡിവിജ്വലിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന പേര് എന്താണ്? ഓഫീസർ ഹൂ ഈസ് ഇൻ ഡിഫോൾട്ട് അണ്ടർ ദി സെക്ഷൻ 260 ഓഫ് ദി ആക്ട് വിച്ച് ഇൻക്ലൂഡ് പീപ്പിൾ സച്ച് ആസ് ഡയറക്ടേഴ്സ് ഓർ കീ മാനേജീരിയൽ പൊസിഷൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിന് സ്വയമായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഈ കമ്പനിയുടെ ബാനറിൽ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ കീ മാനേജീരിയൽ പേഴ്സൺസോ ഒക്കെ ആയിരിക്കും ഇതുപോലത്തെയുള്ള എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആ കമ്പനിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്കാർ അവരായിരിക്കും. ആ ആൾക്കാർ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഓഫീസർ ഹൂ ഈസ് ഇൻ ഡിഫോൾട്ട് എന്നാണ് അവരെ വിശേഷിപ്പിക്കുക. അവർക്ക് ഉള്ള അപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 60 എന്ന് പറയുന്ന പ്രത്യേകം ഒരു പ്രൊവിഷൻ തന്നെ കമ്പനീസ് ആക്ട് 2013 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് പ്രൊവിഷൻ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കോർപ്പറേറ്റ് വെയിൽ, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ഡീൽ ചെയ്യാനായിട്ട് കമ്പനീസ് ആക്ട് 2013 സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെയുണ്ട്. ഇനി the following are the few cases. ഈ കോർപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനിൽ അണ്ടറിൽ വരുന്ന certain കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഫസ്റ്റ് വൺ ഈസ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്. It is made punishable to furnish untrue or false statement in the prospectus of the company. ഒന്നാമത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രോസ്പെക്ടസിൽ, പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ താഴത്ത് എഴുതുന്നത്, ആദ്യം നമുക്ക് എന്താ നോക്കാം. പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് ദി ഷെയർസ് ആൻഡ് ഡിബെഞ്ചർ, നെയിം ഓഫ് ദി ഡയറക്ടേഴ്സ്, മെയിൻ ഒബ്ജക്ട്സ്, പ്രസന്റ് ബിസിനസ് ഓഫ് ദി കമ്പനി എക്സെട്ര. ഒരു കമ്പനിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു നോട്ടീസ്, അതിനെ സിമ്പിളായിട്ട് പറയാൻ വെച്ചാൽ നോട്ടീസ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്ടസ്. ഇപ്പം നിങ്ങൾ BBA ഒക്കെ കഴിഞ്ഞ് MBA ഒക്കെ പോകുമ്പോൾ പല കോളേജുകൾ MBA ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അഡ്മിഷന് പോകുമ്പോൾ അവരവരുടെ പ്രോസ്പെക്ടസ് തരും അല്ലെങ്കിൽ മാനുവൽ തരും.
അതിൽ നോക്കിയിട്ടാണ് ആ കോളേജിനെ കുറിച്ച് ഫുൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഓരോ കമ്പനികൾക്കും എന്തുണ്ടാവും, അതിൻ്റെ പ്രോസ്പെക്ടസ് ഉണ്ടാവും, അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ആ കമ്പനി. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു കമ്പനിനെ കുറിച്ച് ഫുള്ളും അറിയണമെന്നില്ല. അപ്പോൾ ആ കമ്പനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഈ പ്രോസ്പെക്ടസ് വഴി എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടും. അങ്ങനെ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലെ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അൺട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ അതെന്തായിട്ട് മാറി, ഇതുപോലെ ആരാണോ അതിന് ഇങ്ങനെ മിസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് അയാൾക്കായിരിക്കും അതുവഴിക്ക് ഉണ്ടാവുന്ന എല്ലാ ലയബിലിറ്റികൾക്കും റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രോസ്പെക്ടസ്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസിലെ അൺട്രൂ ആയിട്ടുള്ള സത്യമല്ലാത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ കേസ്. അത് പണിഷബിൾ ആണ്. സെക്കൻഡ് വൺ ഈസ് ഫെയിലിയർ ടു റിട്ടേൺ അപ്ലിക്കേഷൻ മണി. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇഫ് ദ സ്റ്റേറ്റഡ് മിനിമം എമൗണ്ട് ഹാസ് നോട്ട് ബീൻ സബ്സ്ക്രൈബ് ആൻഡ് ദി സം പേയബിൾ ഓൺ അപ്ലിക്കേഷൻ ഈസ് നോട്ട് റിസീവ്ഡ് വിതിൻ ദ പീരിയഡ് ഓഫ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി പ്രോസ്പെക്ടസ് then such officers in default are to be fined. അതായത് നമുക്കറിയാം മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിരിക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മൊത്തം സബ്സ്ക്രിപ്ഷൻ്റെ 3% എങ്കിലും സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ആ ഒരു ഷെയറിൻ്റെ കോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുക. അതുപോലെ അപ്ലിക്കേഷൻ മണി നമ്മൾ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതിന് 30 ദിവസത്തിനുള്ളിൽ കിട്ടാതിരുന്നാൽ ആരാണോ അതിൻ്റെ പിന്നിലുള്ളത് ആൾക്ക് പണിഷ്മെൻ്റ് ആണ്. അത് അയാളുടെ ഉത്തരവാദിത്തമാണ് മിനിമം സബ്സ്ക്രിപ്ഷന് കളക്ട് ചെയ്യലും അതുപോലെ അപ്ലിക്കേഷൻ മണി ആവശ്യത്തിനുള്ളത് സ്വീകരിക്കലും. ഈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഷെയർസിനും അപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യലും ഒക്കെ ആർക്കാണോ ആ ഷെയർ ഇഷ്യൂവിൻ്റെ ചാർജ് ഉള്ളത് ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആളത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഫൈൻ കൊടുക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ കേസായിട്ട് പറയുന്നത്. ഫെയിലിയർ ടു റിട്ടേൺ ദി അപ്ലിക്കേഷൻ മണി. നമുക്ക് കിട്ടാനുള്ള മണി കറക്റ്റ് സമയം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോസ്പെക്ടസ് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫെയിലിയർ ടു റിട്ടേൺ ദി അപ്ലിക്കേഷൻ മണി. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ ആരാണോ അതിന് ഉത്തരവാദി അതിൻ്റെ പിന്നിലുള്ള ആൾ അയാൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കമ്പനീസ് നെയിം. കമ്പനീസിൻ്റെ നെയിമിനെ മിസ് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് യൂസേജ് ഓഫ് അപ്രൂവ്ഡ് നെയിം എൻടൈറ്റിൽസ് ദ കമ്പനീസ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ആൻഡ് മേക്ക് ദം ലീഗലി ബൈൻഡിങ്. This name should be prior approved under the section 4 and printed under the section 12 of the Companies Act. Thus, if any representatives of the company collect bills or sign on behalf of the company and enter in incorrect particulars of the company, then such persons are to be held personally liable. അതായത് കമ്പനി നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പേരിലാണ് ആ ഒരു എൻറ്റിറ്റി അറിയപ്പെടുക. അങ്ങനെ അതെന്താ നിയമങ്ങളൊക്കെ ഉണ്ട്. യൂസേജ് ഓഫ് ദി അത് വെച്ചിട്ടാണ് ആൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുക. അതുപോലെ അയാൾക്കൊരു ലീഗൽ റൈറ്റ് കിട്ടണത് ആ ഒരു പേര് വെച്ചിട്ടാണ്. ദിസ് നെയിം ഷുഡ് ബി പ്രയർ അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ 4 ആൻഡ് പ്രിന്റഡ് അണ്ടർ സെക്ഷൻ 12 ഓഫ് ദി ആക്ട്. അതുപോലെ അത് നമ്മൾ മുൻകൂട്ടി ഒരു കമ്പനിക്ക് ഒരു പേരിടുമ്പോൾ അത് നമുക്ക് പെർമിഷൻ കിട്ടും വേണം, പ്രയർ അപ്രൂവൽ കിട്ടും വേണം. അതുപോലെ അത് പ്രിന്റ് അണ്ടർ സെക്ഷൻ 12 പ്രകാരം അത് പ്രിന്റ് ചെയ്യും വേണം. ഇങ്ങനെ എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞിട്ട് നമുക്ക് സാങ്ഷൻ ചെയ്ത് കിട്ടിയ പേര് വേറെ ഏതെങ്കിലും സ്ഥലത്ത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിന് ആരാണോ അത് ഉപയോഗിച്ചത് അയാൾക്ക് ഫൈൻ കിട്ടും. കാരണം ഒരു കമ്പനിയുടെ പേരെന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കമ്പനിയുടെ അതേ പേര് തന്നെ മറ്റൊരു കമ്പനിക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഇപ്പോൾ ഒരു കമ്പനി ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടെങ്കിൽ വേറൊരു കമ്പനിക്കും അതേ ഫോണ്ട് സ്റ്റൈലും അതേ ലെറ്റർ സ്റ്റൈലും ഉള്ള ഒരു അതേ നെയിം തന്നെ വേറെ ഒരു കമ്പനിക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ABC എന്ന് പറഞ്ഞിട്ടിടാം, പക്ഷെ എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ എല്ലാ ലീഗൽ ഫോർമാലിറ്റിയും കംപ്ലൈ ചെയ്തിട്ട് ഒരു പേര് ഒരു പേര് കമ്പനിക്ക് പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റായ രീതിയിൽ ആരെങ്കിലും ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആ കമ്പനിയുടെ പേര് യൂസ് ചെയ്താൽ ആരാണോ ആ പേര് അങ്ങനെ യൂസ് ചെയ്തത് അയാൾക്ക് പണിഷ്മെൻറ്റ് കിട്ടും. ഓക്കെ, അതാണ് അടുത്തൊരു കേസ് വന്നിരിക്കുന്നത്. മിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കമ്പനീസ് നെയിം. കമ്പനിയുടെ നെയിം തെറ്റായ ആവശ്യങ്ങൾക്ക് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ, and the fourth one is for investigation of ownership of company. The central government is authorized to appoint inspectors
to investigate and report on matters relating to the company and its members for the purpose of determining the true persons who are financially interested in the success or failure of the company. അതായത് കമ്പനിയുടെ നടത്തിപ്പിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷന് ഒരാളെ വെക്കാനുള്ള റൈറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതോടുകൂടി കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി തീർന്നിട്ടില്ല. അവർ നമ്മുടെ കമ്പനിയുടെ വർക്കിംഗ് പ്രോപ്പറായ രീതിയിലെല്ലാം നടക്കണമെന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻസ്പെക്ടറെ അപ്പോയിൻറ്റ് ചെയ്യും. അതുപോലെ അത് റൺ ചെയ്ത് പോണ ആൾ കമ്പനിയുടെ സക്സസ്സിന് വേണ്ടിയിട്ട് തന്നെയല്ല ട്രൈ ചെയ്യണത്. ബൈ ചാൻസ് നമുക്ക് ഫെയിലിയർ ഉണ്ടായാലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഫോൾട്ട് ഉണ്ടായിട്ടാണോ അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാവാനുള്ള കാരണം എന്നൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ടൊരു ഇൻസ്പെക്ടർ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഇൻസ്പെക്ടർ കണ്ടെത്താണ് നമ്മുടെ കമ്പനിയിൽ പ്രോപ്പറായിട്ട് രീതിയിലല്ല ബിസിനസ് നടത്തണമെന്ന് കണ്ടെത്തിയാൽ ആരാണോ അതിന് ഉത്തരവാദിത്തമുള്ള അയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി വരും. അതാണ് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഓണർഷിപ്പ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിയമപ്രകാരം തന്നെയല്ലേ നടക്കണമെന്നും അതിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് അതിന് റൈറ്റുള്ള ആൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനനുസരിച്ച് പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതാണ് നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഓണർഷിപ്പ് ഓഫ് കമ്പനി. അപ്പോൾ നമ്മൾ 4 സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ പ്രകാരമുള്ള 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 2 കൂടി ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഫ്രോഡുലന്റ് കണ്ടക്ട്. That means whenever in case of winding up of the company, it is found that company's name was being used for carrying out a fraudulent activity, the court is empowered to hold any such person be liable for such unlawful activity, be it director, manager or any other officer of the company. അതായത് ഒരു കമ്പനി എന്തെങ്കിലും കമ്പനി വൈൻഡിങ് അപ്പ് സമയത്ത് അതിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഒരു ഓർഡർ എടുക്കും. ആ കമ്പനി ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും ലോഫുൾ തന്നെയാണോ, നിയമപ്രകാരം തന്നെയാണോ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തേക്കുന്നത്. നിയമപ്രകാരം അല്ലാണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തു എന്ന് കണ്ടെത്തിയാൽ ആ ആക്ടിവിറ്റി പ്രകാരം എന്തെല്ലാം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ ആ കമ്പനിയിലത്തെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും മാനേജേഴ്സും ഓഫീസേഴ്സും ഡയറക്ടേഴ്സും എല്ലാവരും ഉത്തരവാദിത്തമാണ്. അതാണ് അടുത്തൊരു ഏരിയ ആയിട്ട് പറയുന്നത് ഫ്രോഡുലന്റ് കണ്ടക്ട്. കമ്പനി ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും നിയമപ്രകാരം അല്ലാണ്ട് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റികൾക്കെല്ലാം വന്ന ലയബിലിറ്റികൾക്ക് അവർ ഉത്തരവാദികളായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഫർണിഷിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. If in any return report, certificate, financial statement, prospectus statement or other document required, any person make false or untrue statement or conceal any relevant or material fact, then he is liable. നമ്മൾ നേരത്തെ പ്രോസ്പെക്ടസിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് പ്രോസ്പെക്ടസിൽ മാത്രമല്ല കമ്പനി പബ്ലിഷ് ചെയ്യുന്ന ഏതൊരു റിപ്പോർട്ടിലും, അത് മേ ബി ആനുവൽ റിപ്പോർട്ട് ആവാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവാം, എന്ത് റിപ്പോർട്ടായാലും കമ്പനി സബ്മിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുള്ള ട്രൂ അല്ലാത്ത ശരിയല്ലാത്ത എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അതുപോലെ റെലവെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൺസിൽ അതായത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാലും അത് ഏതെങ്കിലും കണ്ടുപിടിച്ചാൽ അതിനും ഉത്തരവാദിത്തമുള്ള ആൾക്ക് ലയബിലിറ്റി വരും. ഓക്കെ, അതാണ് പറയുന്നത്. തെറ്റായ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്താലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാതിരുന്നാലും അതുവരെ ആരാണോ അത് ചെയ്തത് അവർ ഉത്തരവാദികളായിരിക്കും. അതാണ് 6ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഫർണിഷിംഗ് false statement. അപ്പോൾ ഇതുപോലെ 6 പോയിന്റ്സ് ആണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിലുള്ളത്. ഒന്നാമത്തേത് പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. സെക്കൻഡ് വൺ അപ്ലിക്കേഷൻ മണി പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാതിരിക്കുക. ദെൻ കമ്പനീസ് നെയിം മിസ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വേണ്ട ശരിയായ രീതിയിലല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുക. ദെൻ അതുപോലെ ഓണർഷിപ്പിനെ കുറിച്ച് എൻക്വയറി നടത്തിയിട്ട് എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ, അതുപോലെ ഏതെങ്കിലും ഒരു ലോഫുൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ, ദെൻ അതുപോലെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ റിവീൽ ചെയ്യാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ പ്രൊവിഷൻ പ്രകാരം ആക്ട് പ്രകാരം എന്ത് ചെയ്യും? ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനിയിൽ നടക്കുകയാണെങ്കിൽ നിയമം തന്നെ ആക്ട് കമ്പനീസ് ആക്ട് 2013 തന്നെ പറയുന്നുണ്ട് ഈ കോർപ്പറേറ്റ് വെയിൽ എന്താക്കി മാറ്റും? ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലാക്കി മാറ്റും. കമ്പനിക്കല്ല ഉത്തരവാദിത്തം. ആരാണോ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തത് അവർ തന്നെ ഫുൾ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ,
നെക്സ്റ്റ് ഈസ് ജുഡീഷ്യൽ പ്രൊവിഷൻ. നിയമപ്രകാരമല്ലാണ്ട് കോർട്ടിന് തന്നെ എന്തെല്ലാം പവറാണുള്ളത് നോക്കാം. ദർ ഈസ് എ വാസ്റ്റ് സ്കോപ്പ് ഫോർ ദ കോർട്ട് ടു ലിഫ്റ്റ് ദ കോർപ്പറേറ്റീവ് വെയിൽ അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ. ദി ഫോളോയിങ് ആർ ദി ഫ്യൂ കേസസ്. നേരത്തെ പറഞ്ഞത് ആക്ടിൽ തന്നെ എന്തെല്ലാം പ്രൊവിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ഇത് ആക്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിലും കോടതിക്ക് എന്തെല്ലാം പവറാണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ഒരു ഇൻഡിവിജ്വൽ ടാക്സ് കൊടുക്കുന്ന പോലെ തന്നെ കമ്പനിയും എന്ത് കൊടുത്തിരിക്കണം? ടാക്സ് കൊടുത്തിരിക്കണം. അത് ഇവേഡ് ചെയ്യാന്ന് വെച്ചാൽ അത് കൊടുക്കാതിരിക്കുക. അതാണ് ആദ്യത്തെ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി ഏർണിംഗ് പേഴ്സൺ ടു പേ റെസ്പെക്റ്റീവ് ടാക്സസ്. Company is not different than a person in eyes of law. If anyone attempts to unlawfully avoid this duty, he is said to be committing an offense. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ നിയമത്തിൻ്റെ പ്രകാരം കമ്പനി എന്തിനാണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു നാച്ചുറൽ പേഴ്സൺ ടാക്സ് കൊടുക്കാൻ ലയബിലിറ്റി ഉള്ള പോലെ തന്നെ, ഡ്യൂട്ടി ഉള്ള പോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായ കമ്പനിക്കും ആ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി ചെയ്യാതെ ഇരുന്നാൽ അതൊരു ഒഫൻസായിട്ട് കോർട്ട് കാണും ചെയ്യും. അതിന് ലയബിലിറ്റി പെനാലിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ടാക്സ് ഇവേഷൻ, ടാക്സ് കൊടുക്കാതിരുന്നാൽ. സെക്കൻഡ് വൺ, പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട്. ഇറ്റ് ഈസ് ഒബീവിയസ് ദാറ്റ് നോ കമ്പനി ക്യാൻ കമ്മിറ്റ് ഫ്രോഡ് ഓൺ ഇറ്റ്സ് ഓൺ. Thus, one may make effort to prevent upcoming frauds. അതായത് നമുക്കറിയാം, ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് എത്തിക്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടാവും ബിസിനസ് എത്തിക്സ് എന്തൊക്കെയാണെന്നൊക്കെ. ആ ബിസിനസ് എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ഫ്രോഡായിട്ടുള്ള അതുപോലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാനും പാടില്ല. അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ വരുമെന്ന് വിചാരിച്ച് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആക്ഷന് നമ്മൾ എടുക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിന് നമുക്ക് ചിലപ്പോൾ പണിഷ്മെന്റ്, ഒരു ഒഫൻസാക്കി ട്രീറ്റ് ചെയ്ത് നമുക്ക് പണിഷ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട്. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു പ്രിവെന്റ് എനി ഫ്രോഡ്ലൻറ്റ് ഓർ ഇംപ്രോപ്പർ ആക്ടിവിറ്റി. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എന്തെങ്കിലും ഒരു ഇംപ്രോപ്പർ ആക്ടിവിറ്റി നമുക്കത് അറിയാനിടയായാൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ആക്ഷൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കണം. അല്ലെങ്കിൽ അതൊരു ഒഫൻസാക്കി ട്രീറ്റ് ചെയ്ത് അതിന് നമുക്ക് പണിഷ്മെന്റ് അല്ലെങ്കിൽ പെനാൽറ്റി വരും. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു. ടാക്സ് ഇവേഷനും പഠിച്ചു, പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ കണ്ടക്റ്റും പഠിച്ചു. നെക്സ്റ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ. ദ പർപ്പസ് ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് ദ കമ്പനി ഈസ് സെൽഫ് പ്രോഫിറ്റ്. എ കമ്പനി വിൽ നോട്ട് അറ്റംപ്റ്റ് ടു ഡു ഗുഡ് ടുവേഴ്സ് ദ സൊസൈറ്റി കോൺഷ്യസ്ലി. However, it may opt to cause damages. അതായത് ഒരു കമ്പനി എന്താണ് മെയിനായിട്ടും ഫോം ചെയ്തേക്കുന്ന എന്ത് ഉദ്ദേശത്തോടു കൂടിയായിരിക്കും? പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്ന ഒരു ഒബ്ജക്റ്റീവോട് കൂടിയായിരിക്കും എല്ലാ കമ്പനികളും ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ സൊസൈറ്റിക്ക് സേവനം, വാക്കിലും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റിലും കമ്പനിയുടെ ലോഗോ ആയിട്ടും മോട്ടോ ആയിട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? സോഷ്യൽ സർവീസാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് ഏത് കമ്പനിയും പറയും. പക്ഷേ അതിൻ്റെ പിന്നിൽ അവർക്ക് അത് അത്ര വലിയ ഏതിനായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക? പ്രോഫിറ്റ് മേക്കിങ്ങിന് തന്നെയായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാലും കമ്പനി സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതെന്താണ്? അത് ഒഫൻസായിട്ട് ട്രീറ്റ് ചെയ്യും. അതാണ് പറഞ്ഞത് പർപ്പസ് ബിഹൈൻഡ് ഫോർമേഷൻ ഓഫ് എ കമ്പനി സെൽഫ് പ്രോഫിറ്റ്. എ കമ്പനി വിൽ നോട്ട് അറ്റംപ്റ്റ് ടു ഡു ഗുഡ് ടുവേഴ്സ് എ സൊസൈറ്റി കോൺഷ്യസ്ലി. However, it may opt to cause damage and that is treated as an offense. സൊസൈറ്റിക്ക് ഡാമേജ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഒഫൻസാണ്. അതിന് നമ്മൾ പണിഷ്മെന്റ്, നമുക്ക് പെനാലിറ്റി വരും. ഓക്കെ, അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ. എനിമി ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ശത്രുവിനെ പോലെ പെരുമാറുകയാണെങ്കിൽ. ഓക്കെ, then the fourth one is liability for ultra virus act. In ultra virus act എന്താണെന്ന് പറയാം. Every company is bound to perform in compliance of its memorandum of association, articles of association and the Companies Act 2013. Any action done outside the purview of either is said to be ultra virus or improper or beyond the legitimate scope. അതായത് നമുക്കറിയാം നമ്മുടെ കമ്പനിയിലുള്ള മെയിൻ രണ്ട് ഡോക്യുമെന്റ്സ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും.
ഈ രണ്ട് ഡോക്യുമെന്റ്സും അതുപോലെ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞ പ്രൊവിഷൻസും ഒക്കെ വെച്ചിട്ടാണ് ഏതൊരു കമ്പനിയും വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഏതെങ്കിലും ഒരു കമ്പനി ഇതിൻ്റെ അപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ വൈറസ് ആക്ട്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ആർട്ടിക്കിൾസിലും മെമ്മോറാണ്ടത്തിലൊക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താൽ, അതുപോലെ കമ്പനീസ് ആക്ട് 2013 ചെയ്യരുത് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ വൈറസ് ആക്ടിവിറ്റീസ്. ഓക്കെ, സച്ച് ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനി ക്യാൻ ബി സബ്ജക്റ്റഡ് ടു പെനാലിറ്റി. അങ്ങനെ എന്തെങ്കിലും ഒരു അൾട്രാ വൈറസ് ആക്ടിവിറ്റീസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതൊരു ഒഫൻസ് ആക്കി ട്രീറ്റ് ചെയ്യും, നമുക്ക് പെനാലിറ്റി വരും ചെയ്യും. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി ഫോർ അൾട്രാ വയലറ്റ് ആക്ട്സ്, അതായത് നമ്മുടെ ആർട്ടിക്കിൾസിലും മെമ്മോറാണ്ടത്തിലും പറയുന്ന കാര്യങ്ങളുടെ പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ അൾട്രാ വയലറ്റ് ആക്ടിവിറ്റിയാണ്, അതിന് നമുക്ക് പെനാലിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 4 കഴിഞ്ഞു, ഇനി 3 കൂടി ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഈസ് പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ പബ്ലിക് പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് തന്നെയാണ്. എനിമി ക്യാരക്ടർ പറഞ്ഞല്ലോ, ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ, അതൊന്ന് റിലേറ്റഡ് വേറൊരു പോയിന്റ് തന്നെയാണ്. Where the conduct of the business is in conflict with the public interest or public policy, courts are empowered to lift the veil and personally hold such a person liable who are guilty of the act. അതായത് നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റിന് ഒഫൻസ് ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് എഗിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതും ഒരു ഒഫൻസാക്കി ട്രീറ്റ് ചെയ്ത് അതിന് നമ്മൾ പെനാലിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൊസൈറ്റിന്ന് പറഞ്ഞ പോലെ തന്നെ പബ്ലിക്കിന് ഹാംഫുൾ എന്ന് വെച്ചാൽ പബ്ലിക് തന്നെയാണ് സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതൊരു ഒഫൻസാണ്, അത് നമുക്ക് പെനാലിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ പബ്ലിക് പോളിസി. അടുത്തത് ഏജൻസി കമ്പനി. ഏജൻസി കമ്പനീസ് എന്ന് പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായിട്ട് ചില കമ്പനികൾ വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ലയബിലിറ്റി വന്നാൽ അത് കമ്പനിക്കല്ല ഉത്തരവാദിത്തം, അതിലത്തെ ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ഉത്തരവാദിത്തം. ഓക്കെ, where a company is acting as agent for its shareholder, the shareholder will be liable for the acts of the company. അതായത് അവിടെ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് വർക്ക് ചെയ്യാൻ ഒഴിവില്ലാത്തത് കൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിന് പകരമാണ് കമ്പനി ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്തത്. അങ്ങനെ ഒരു ഏജൻ്റായിട്ട് ഏതെങ്കിലും ഒരു കമ്പനി വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലയബിലിറ്റി അത് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം കമ്പനിക്കല്ല, കമ്പനി ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത് ആ ഷെയർ ഹോൾഡേഴ്സിനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരിക. അതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ഏജൻസി കമ്പനി. വേറെ കമ്പനി ഈസ് ആക്ടിങ് ആസ് എ ഏജന്റ് ഫോർ ഇറ്റ് ഷെയർ ഹോൾഡർ, ദ ഷെയർഹോൾഡേഴ്സ് വിൽ ബി ലയബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, ദെൻ അടുത്തത് നെഗ്ലിജന്റ് ആക്ടിവിറ്റി. എവരി കമ്പനി ലോ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. അതായത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടെന്ന് നമ്മൾ ഇന്നലത്തെ കൈൻഡ്സ് ഓഫ് കമ്പനിയിൽ പഠിച്ചു. അപ്പോൾ അങ്ങനെ ഹോൾഡിംഗ് കമ്പനി വേറെ സബ്സിഡറി കമ്പനി വേറെ എന്ന് തന്നെയാണ് കമ്പനിയും കാണുന്നത്. In case when subsidiary companies have been found with unlawful operation, courts have the power to make holding company liable for the actions of their subsidiary company as well for the breach of duty or negligence on their part. അതായത് അപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുണ്ട്, സബ്സിഡറി കമ്പനിയുണ്ട്. ഹോൾഡിംഗ് കമ്പനിക്കാണ് സബ്സിഡറി കമ്പനിയുടെ മുകളിൽ എല്ലാ റൈറ്റും ഉള്ളത്. അങ്ങനെ ഒരു സബ്സിഡറി കമ്പനി എന്തെങ്കിലും ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റി അണ്ടർടേക്കൺ ചെയ്താൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ഹോൾഡിംഗ് കമ്പനിക്ക് തന്നെയായിരിക്കും, സബ്സിഡറി കമ്പനിക്കല്ല. ഹോൾഡിംഗ് കമ്പനിനെ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് പോവുക? ഹോൾഡിംഗ് കമ്പനിക്കാണ് പോവുക. സബ്സിഡറി കമ്പനി എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്താലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി പോണത് ആർക്കായിരിക്കും? ഹോൾഡിംഗ് കമ്പനിക്കായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് നെഗ്ലിജന്റ് ആക്ടിവിറ്റീസ്. ഇൻ കേസ് വെർ എ സബ്സിഡറി കമ്പനി ഹാവ് ബീൻ ഫൗണ്ട് വിത്ത് അൺലോഫുൾ ഓപ്പറേഷൻ, ദ കോർട്ട് ഹാവ് ദ പവർ ടു മേക്ക് ഹോൾഡിംഗ് കമ്പനി ലയബിൾ ഫോർ സച്ച് ആക്ഷൻ. സബ്സിഡറി കമ്പനി ചെയ്താലും ഉത്തരവാദിത്തം ആർക്കാണ് പോവുക? അതിൻ്റെ മെയിൻ കമ്പനിയായ അല്ലെങ്കിൽ അതിൻ്റെ പാരന്റ് കമ്പനിയായ ഹോൾഡിംഗ് കമ്പനിക്കാണ് പോവുക. അപ്പോൾ ഇതാണ് ഈ സ്ലൈഡിൽ വരുന്ന 3 പോയിന്റ്സ്. ഇനി 2 പോയിന്റും കൂടി നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഷാം കമ്പനീസ്. ഷാം കമ്പനീസ് എന്ന് വെച്ചാൽ ദ കോർട്ട് ലിഫ്റ്റ് ദ വെയിൽ വേർ ദ കമ്പനി ഹാസ് ബീൻ ഫോംഡ് ഫോർ ദി ഫ്രോഡുലന്റ് പേർപ്പസ്. അതായത്
ഫ്രോഡുലന്റ് പർപ്പസിന് വേണ്ടി മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്പനികളെ വിളിക്കുന്ന പേരാണ് ഷാം കമ്പനി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു കമ്പനി ഇങ്ങനെ ഒരു ഷാം കമ്പനി ആയിട്ടാണ് ഫോർമുലേറ്റ് ചെയ്തത്. അതായത് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കമ്പനി ഫോം ചെയ്തത് എന്ന് കോർട്ടിന് മനസ്സിലാവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇതുപോലെ ലിഫ്റ്റിംഗ് ഓഫ് വെയിൽ അവർ അണ്ടർടേക്കൺ ചെയ്യും. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ഷാം കമ്പനി. നമുക്ക് ചിലപ്പോൾ സാങ്ഷൻ കൊടുക്കുമ്പോഴൊന്നും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുക്കുമ്പോഴൊന്നും അവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഫോർമുലേറ്റ് ചെയ്യണമെന്ന് നിയമത്തിന് അറിയില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പെക്ടറൊക്കെ വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആണ് ഫ്രോഡുലന്റ് ആയിട്ടുള്ള നിയമപ്രകാരം അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഫോർമുലേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് അപ്ലിക്കബിൾ ആവും? ലിഫ്റ്റിംഗ് ഓഫ് വെയിൽ അപ്ലിക്കബിൾ ആവും. And the last point is companies intentionally avoiding legal obligation. Whenever it is found that an incorporated company is deliberately trying to avoid legal obligation, the courts have authority to disregard this legal personality of the company and proceeds as if no company existed. The liabilities can be straight away imposed on persons concerned. അതായത് കമ്പനിക്ക് അല്ലെങ്കിൽ കോർട്ടിന് മനസ്സിലാവാണ് ലീഗൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ നിയമപ്രകാരമായുള്ള ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത് എന്താണ്? അവർ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി അണ്ടർടേക്കൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കിയത് തന്നെ. ഇതെന്താണെന്ന് വെച്ചാൽ കമ്പനി നല്ല നിയമപ്രകാരം നല്ല ആക്ടിവിറ്റിക്ക് തന്നെയാണ് ഫോർമുലേറ്റ് ചെയ്തത്. പക്ഷേ അവിടെ നമ്മൾ നിയമപ്രകാരം എല്ലാ കാര്യങ്ങൾ ചെയ്യണേ എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കമ്പനിയുടെ ഈ ലിഫ്റ്റിംഗ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ റൈറ്റ് ഒഴിവാക്കിയിട്ട് ആ കമ്പനി വഴി ഉണ്ടാകുന്ന എല്ലാ ലയബിലിറ്റീസും അതിലത്തെ ഷെയർ ഹോൾഡേഴ്സിന്റെ തലയിലായി മാറും. അതാണ് പറയുന്നത് ദ ലയബിലിറ്റീസ് ക്യാൻ ബി സ്ട്രേറ്റ് അവേ ഇമ്പോസ്ഡ് ഓൺ പേഴ്സൺസ് കൺസേൺ. ആരാണോ അതിന് ഉത്തരവാദികൾ, ആ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ആരൊക്കെ ഉത്തരവാദികളാണോ അവർക്കാണ് ആ ലയബിലിറ്റി പോവുക. അതാണ് പറയുന്നത് കമ്പനീസ് ഇന്റൻഷ്യലി അവോയ്ഡിങ് ലീഗൽ ഒബ്ലിഗേഷൻ. നിയമപ്രകാരമുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള പ്രൊവിഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ചാർജ് ചെയ്യാനുള്ള റൈറ്റ് കോർട്ടിനുണ്ടാവും. അപ്പോൾ ഇതിൽ ഇത്തിരി പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്ത് ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മെയിൻ പോയിന്റ്സ് പഠിക്കുക. അതിൻ്റെ കണ്ടന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ എഴുതിയാൽ മതി. അല്ലാണ്ട് അതിലത്തെ പോലെ തന്നെ എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആദ്യത്തെ പോയിന്റ് ടാക്സ് ഇവേഷൻ. നമുക്കറിയാം എല്ലാ കമ്പനികളും ടാക്സ് അടയ്ക്കണം. അങ്ങനെ നമ്മൾ ടാക്സ് അടച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഒഫൻസാണ്. അതിന് പെനാൽറ്റി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സെക്കൻഡ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. നമുക്കൊരു ഉത്തരവാദിത്തമാണ് ഏതെങ്കിലും ഇംപ്രോപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടാൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കണം. അങ്ങനെ ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ അത് ഒഫൻസായിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ എനിമി ക്യാരക്ടർ, സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ അൾട്രാ വൈറസ് ആക്ടിവിറ്റീസ്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും വിതിൻ ദ ബൗണ്ടറി ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആയിരിക്കണം. അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ അതിന് നമ്മൾ പെനാലിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റിന് ഹാംഫുൾ ആയിട്ട് ഒരു കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ ഏജൻസി ഒരു കമ്പനികളെ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ അതിനും റെസ്പോൺസിബിലിറ്റി കമ്പനിക്കല്ല വരിക, ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാണ്. ദെൻ നെഗ്ലിജന്റ് ആക്ടിവിറ്റി സബ്സിഡറി ഹോൾഡിംഗ് കമ്പനികൾ ഉണ്ടെങ്കിൽ സബ്സിഡറി കമ്പനി എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്താലും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ് പോവുക? ഹോൾഡിംഗ് കമ്പനിക്കാണ് പോവാം. ദെൻ ഷാം കമ്പനി എന്ന് വെച്ചാൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്പനികളാണ് ഷാം കമ്പനി. അങ്ങനെ ഒരു കമ്പനിയാണെന്ന് തെളിഞ്ഞാൽ അതിൻ്റെ ഫുൾ അത് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞ ആ റൈറ്റ് അവർക്ക് പോവും. എല്ലാ റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഉള്ളിലത്തെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് വരും. ലാസ്റ്റ് ഇന്റൻഷ്യലി അവോയ്ഡിങ് ലീഗൽ ഒബ്ലിഗേഷൻ. നിയമപ്രകാരമുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ഒന്നും ഒരു കമ്പനി ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ആ കമ്പനിക്ക് പണിഷ്മെന്റ് കൊടുക്കും. എല്ലാ ലയബിലിറ്റികളും ആർക്ക് പോകും? ഷെയർ ഹോൾഡേഴ്സിന് പോകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മെയിൻ പോയിന്റ്സ് മാത്രം പഠിക്കുക. അതിൻ്റെ അണ്ടറിൽ വരുന്ന എക്സ്പ്ലനേഷൻ മീനിങ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ അത് മുഴുവൻ ബൈഹാർട്ട് പഠിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ പഠിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം പഠിച്ച മീനിങ്ങും അതുപോലെ ഇന്നത്തെ കുറച്ച് മീനിങ്ങും പഠിക്കുക. അതുപോലെ അതിൻ്റെ സ്കോപ്പും അപ്ലിക്കബിലിറ്റിയും, ഈ രണ്ട് കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. താങ്ക് യു.